ഇന്ന് എൻ്റെ മോൻ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോവാണ്. അവൻ നല്ല ഹാപ്പിയിലാണ് കേട്ടോ. ഞങ്ങളൊരു 6 മണിയോട് കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി. ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 6:15 സ്കൂളിൽ എത്തിച്ചേരാൻ. ഞങ്ങൾ എത്തിയപ്പോഴേക്കും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് പോകേണ്ട വണ്ടികളൊക്കെ എത്തിയിട്ടോ. ഒരു 5 വണ്ടികളുണ്ട്. എൻ്റെ മോൻ ബസ് നമ്പർ 5-ലാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ ബസ് നമ്പറൊക്കെ പറഞ്ഞു കൊടുത്ത് തലേദിവസം തന്നെ ടീച്ചർമാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു പ്രയറും അത് കഴിഞ്ഞൊരു ബ്ലെസ്സിങ്ങും ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ഓരോരുത്തരായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത നമ്പർ അനുസരിച്ച് ബസ്സിൽ കയറും. അപ്പോൾ 1 തൊട്ട് 7 വരെയുള്ള കുട്ടികളാണ് കേട്ടോ ഇവൻ്റെ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും പോകുന്നുണ്ട്. എല്ലാവരും വെച്ചാൽ 1-ാം ക്ലാസ് തൊട്ട് 7-ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും പോവാം ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ മോൻ്റെ ടീച്ചർ കേട്ടോ. അപ്പോൾ അവൻ്റെ ക്ലാസ്സുകാർ മാത്രമല്ല അവൻ്റെ കൂടെ ഉള്ളത് 3-ഉം 6-ഉം ക്ലാസ്സുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവനവിടെ നിന്ന് വരുന്നുള്ളൂ. ലാസ്റ്റ് ബസ്സായ കാരണം അവരാണ് ലാസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന് ആദ്യമായിട്ട് പോണതിൻ്റെ ഭയങ്കര ഒരു സന്തോഷമൊക്കെ കാണാം. അവൻ്റെ പിന്നെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ആൾക്ക് അത്ര പേർക്ക് ഫ്രണ്ട്സൊന്നും ഇല്ല. ആളൊരു ഒതുങ്ങിയ ടൈപ്പാണ്. അപ്പോൾ 2-3 ഫ്രണ്ട്സേ ഉള്ളൂ പറയത്തക്ക ഫ്രണ്ട്സായിട്ട്. അതിൽ ഒരാൾ വേറെ ബസ്സിലാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട്. വേറൊരാൾ അവൻ്റെ കൂടെ തന്നെ ഉണ്ട്. കാരണം അവർ ഡിവിഷനുകൾ തമ്മിൽ വേറെ. ഒരു കൂട്ടുകാരൻ സിയിലാണെങ്കിൽ ഒരു കൂട്ടുകാരൻ എയിലാണ്, ഇവരാണെങ്കിൽ ബിയിലും. അപ്പോൾ കുഞ്ഞൂസ് ഇത് കണ്ട് ആ ചേട്ടൻ വണ്ടിയിൽ കയറിയിരിക്കണ കണ്ടപ്പോൾ ടാറ്റൊക്കെ കൊടുക്കാണ്. അവൾക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ തിക്കും തിരക്കൊക്കെ കണ്ടപ്പോൾ അവളിങ്ങനെ ആകെ പകച്ച് എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വണ്ടിയിലെ ലൈറ്റും പാട്ടൊക്കെ കേട്ടപ്പോൾ ആൾക്കൊരു സന്തോഷമായി. ആൾ പുറത്തിരുന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനെ പറഞ്ഞു വിട്ടു. അപ്പോൾ അവന് ഛർദിയൊക്കെ ഉള്ള കാരണം എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഛർദിയുടെ ഗുളിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കയ്യിൽ പിടിക്കാനായിട്ടൊരു ചെറുനാരങ്ങയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഛർദിക്കില്ല എന്ന് വിചാരിക്കണു. പിന്നെ ആദ്യമായിട്ടും പോണ കാരണം എനിക്കൊരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികളല്ലേ ഇപ്പോൾ എല്ലാവർക്ക് പോകാനുള്ള ഒരു ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ വിടണ്ടേ. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ടീച്ചേഴ്സ് നമുക്ക് എല്ലാ കാര്യങ്ങളും വാട്സപ്പിലൂടെ വീഡിയോ ഒക്കെ ഇട്ട് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ പോകുന്നതും ഭക്ഷണം കഴിക്കുന്നതൊക്കെ. അപ്പോൾ ഇപ്പോൾ ഛർദിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ഓക്കെ ആയിരുന്നു. അവൻ നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ ഒരു 9:15 ആയപ്പോൾ അവർ വൈകിട്ട് ഒരു 9:15 ആയപ്പോൾ എത്തി കേട്ടോ. പിന്നെ അവർ പോയത് മലപ്പുറം മിനി ഊട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ഗ്ലാസ് ബ്രിഡ്ജും പിന്നെ കിഡ്സ് പാർക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. പുതിയതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല അതിനെ പറ്റി. അപ്പോൾ അവർക്ക് അത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവനും പറഞ്ഞു നല്ല അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്താ പറയുക, സ്കൂളിലേക്ക് വണ്ടി വരുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. കുട്ടികൾ നല്ലൊരു ട്രിപ്പ് മൂടായിരുന്നു. ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്ക് ഇത്തിരി വിഷമമൊക്കെ ആയി. പെട്ടെന്ന് തന്നെ ട്രിപ്പ് കഴിഞ്ഞല്ലോ. ഇത്ര നേരം വെയിറ്റ് ചെയ്ത. അപ്പോൾ ആളത് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ആൾ ഹാപ്പി തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചോദിച്ചു എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആൾക്ക് സന്തോഷം. അയാൾ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.